ഉണ്ട്. ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ ഈ മേഖലയിൽ. എന്ന് വെച്ചാൽ ഇറാൻ, ഈ ഉർദുഗൻ്റെ തുർക്കി, അതുപോലെ തന്നെ ഈജിപ്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിളുണ്ട്. ഈ ട്രയാങ്കിളിന് ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പണ്ട് ഖാലിഫേറ്റിൻ്റെ ഭാഗമായിരുന്നു ഇറാഖിൻ്റെ ഭാഗം, സിറിയയുടെ ഭാഗം, ലെബനോന്, ഇസ്രായേലിൻ്റെ ഭാഗങ്ങൾ, ഈ പറയുന്ന സൗദി അടക്കമുള്ള ആ മേഖലകളെല്ലാം. അപ്പോൾ ഇപ്പോൾ ഇന്ന് നോക്കുക, ഇന്ന് ഇറാഖിൽ തുർക്കിയുടെ സൈന്യമുണ്ട്, സൈനിക കേന്ദ്രങ്ങളുണ്ട് ഇറാഖിൽ. എന്ന് വെച്ചാൽ അവർ ഈ അവിടെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾക്കെതിരെ, തുർക്കിക്കെതിരെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ, കുർദുകൾക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി, അവരെ ഒതുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ സിറിയയിൽ സൈനിക കേന്ദ്രങ്ങളുണ്ട്, ഈ ഉർദുഗാൻ്റെ തുർക്കിക്ക് സൈനിക കേന്ദ്രങ്ങളുണ്ട്. അതും ഇതേ പർപ്പസിന് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുക, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലെബനോന് അസ്ഥിരമാണ്, സിറിയ ഇന്ന് അസ്ഥിരമാണ്. സിറിയയിൽ ഇപ്പോൾ അൽഷറ ഭരിക്കുന്നുണ്ടെങ്കിലും അത് തുർക്കിയുടെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ തുർക്കിക്ക് വലിയ നിയന്ത്രണം ഉണ്ട് ഈ ഇറാഖിൻ്റെ ഭാഗങ്ങളിൽ. അപ്പോൾ അത്രയും മേഖല ആ ഖാലിഫേറ്റിൻ്റെ മേഖലകളാണ്. അതിപ്പം ഏകദേശം തുർക്കിയുടെ കൺട്രോളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ജോർദാൻ്റെ കാര്യമാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കുരുക്കി കഴിഞ്ഞാൽ വീഴാനുള്ള ആ രാജഭരണമൊക്കെ വീഴുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഒഴിവാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ മാത്രം ആവശ്യമല്ല, അതിൻ്റെ പുറകിൽ കൂടി തുർക്കിയും ഈജിപ്തും എല്ലാം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.